ശ്രീജിത്ത് പണിക്കർ, എന്തായാലും കുറച്ച് സാങ്കേതിക പദങ്ങളുമൊക്കെയായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പതിവ് പോലെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയുമൊക്കെ ആയി ആരോഗ്യമന്ത്രി എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ തന്നെയാണോ നമ്മളെ കാത്തിരിക്കുന്നത്? അതൊരു വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം അല്പം മുമ്പ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. കാരണം ഇതൊരു കേവല ധാർമ്മികതയുടെ വിഷയമല്ല. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനോട് രാജിവെക്കാനായിട്ട് നമ്മൾ പറയുകയല്ല ഈ വിഷയത്തിലുള്ളത്. മറിച്ച് ഇത് അവരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ, അവരുടെ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഴ്ചയെ തുടർന്നാണ് അവരോട് രാജിവെക്കാനായിട്ട് പറയുന്നത്. കാരണം ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് 2012 തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് അതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മന്ത്രി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പാരലായിട്ട് മറ്റൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ അവിടെ നടക്കുമ്പോൾ അത് ഈ ബിൽഡിങ്ങിന്റെ റീപ്ലേസ്മെന്റ് ആണ് എന്നതിനെക്കുറിച്ച് മന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ബലക്ഷയമുള്ള ഒരു ബിൽഡിങ്ങിൽ പിന്നീടും എന്തിനാണ് അവരുടെ വാർഡ് ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളും അവിടെ തുടർന്നും പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ആ ചോദ്യം നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഈ സൂപ്രണ്ടിനോട് മാത്രമാണോ ചോദിക്കേണ്ടത്? അല്ല, ആ ചോദ്യം ചോദിക്കേണ്ടത് ഈ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോടാണ്. അപ്പോൾ കിഫ്ബിയുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് വഴി ആൾക്കാർക്ക് നൽകുന്ന സൗകര്യത്തിന്റെ ക്രെഡിറ്റ് അടിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റിയുടെ കൺസേൺ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂടി മന്ത്രി തയ്യാറാകണം. അതെന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. രക്ഷാപ്രവർത്തനം ഇവിടെ വൈകിപ്പോയതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് കാര്യത്തിലും പ്രാഥമികമായിട്ട് ധാർമ്മിക ഉത്തരവാദിത്തമല്ല, മറിച്ച് അവരുടെ കർത്തവ്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മരുന്നില്ലാത്തതിൻ്റെ പേരിൽ, ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ മാത്രമല്ല, ICUവിൽ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന യുവതി മാനഭംഗപ്പെട്ട കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിന് നമ്മൾ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത്? ഇതിന് മേനി നടിച്ചുകൊണ്ട് പലപ്പോഴും പറയുന്ന ഒരു വാക്യം വീണ ജോർജ് തന്നെ MLA ആയിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. കാരണം കപ്പിത്താനുമുണ്ട്, സ്തുതിപാഠകരുമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കും. പക്ഷേ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങൾ ചിലപ്പോൾ ആടിയുലയും, നിലം പൊത്തും, അതിനുള്ളിൽ കിടന്ന് പാവപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വരാതിരിക്കാൻ സാധാരണക്കാർ തന്നെ വിചാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അപ്പോഴും ശ്വാസം മുട്ടി പിടയുമ്പോഴും പുറത്തുനിന്ന് മന്ത്രിമാർ പറയുന്ന മുഖം മിനക്കലുകൾ കൂടി കേൾക്കേണ്ടി വരും എന്നുള്ള ദയനീയതയിലേക്കാണ് കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്.